അസ്സലാമു അലൈക്കും. ഹലോ ഹായ്. അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് എന്തായാലും വീട് മാറില്ലേ, അപ്പോൾ കുറച്ച് എൻ്റെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ ബഡാ ബസാർക്ക്. അപ്പോൾ നേരെ നമുക്ക് ബഡാ ബസാറിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ ഞാൻ നെട്ടിപ്പോയിട്ടോ. കാരണം കണ്ടത് ഓമനീനെയാണ്. ഇതാണ് നമ്മളെ സ്വന്തം ഓമന. ഇതെൻ്റെ കാക്കാൻ്റെ കടയിലത്തെ പണ്ടത്തെ സ്റ്റാഫാണ്. ഇപ്പോൾ കടയ്ക്ക് വിറ്റൊഴിഞ്ഞപ്പോൾ നേരെ അവൾ ബഡാ ബസാർക്ക് കയറിയിട്ടുണ്ട്. പക്ഷേ നല്ല ഹെൽപ്പായിരുന്നു കേട്ടോ. അവസാനം വരെ അവൾ നിന്നിട്ട് ഓരോന്നും ക്വാളിറ്റി ഉള്ളത് നോക്കി എടുത്തു തന്നു. ഭയങ്കര ഹെൽപ്പ് ചെയ്തു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ചൊക്കെ പർച്ചേസ് ചെയ്തു. ഞാൻ പർച്ചേസ് ചെയ്യുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇതാ എൻ്റെ ഹസ്ബൻഡ് അതേ തക്കത്തിൽ ഫോട്ടോ ഫ്രെയിമൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ഇത് മുഴുവനും നമ്മൾ കൊടുത്ത ഫോട്ടോ ഫ്രെയിമാണ്. ഞങ്ങൾക്ക് ഇതാണ് ബിസിനസ് കേട്ടോ. ഇതാ ഇതിൽ കുറച്ച് പർച്ചേസ് ചെയ്തിട്ടുണ്ട്, കുറച്ച് വണ്ടിയിലും കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ മുഴുവനും ഒന്ന് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് എങ്ങനെ എടുത്തു. അപ്പുറത്തൊക്കെ ഭയങ്കര തിരക്കാണ്, സ്കൂൾ തിരക്കായതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും അത്രയ്ക്ക് എടുത്തില്ല കേട്ടോ. തിരക്കില്ലാത്ത ഭാഗത്താണ് എടുത്തത്. അപ്പോൾ അങ്ങനെ നമ്മൾ പർച്ചേസ് ചെയ്ത് നേരെ നമ്മൾ സായ ബാഗ്സ്ക്കാണ് വന്നത് കേട്ടോ. അപ്പോൾ നല്ല വൈകി. അപ്പോൾ ഒന്ന് ചായയൊക്കെ കുടിച്ചിട്ട് വീട്ടിലേക്ക് പോകാൻ പറഞ്ഞിട്ട് അങ്ങനെ കയറി കേട്ടോ. അപ്പോൾ അവർക്ക് എന്തായാലും ചായയും നല്ലൊരു ചിക്കൻ റോളും മതി പറഞ്ഞു. ഞാൻ ചായ ഒന്നും കുടിക്കാൻ നിന്നില്ല, നമുക്ക് വീട്ടിലേക്ക് പോയാൽ ചായ ഉണ്ടാക്കി കുടിക്കാമല്ലോ. ഞാൻ എന്തായാലും ഒരു ഹണി കേക്ക് കഴിക്കാറുണ്ട്, ഒരു പീസൊക്കെ ഓർഡർ ചെയ്തിട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ എന്തൊക്കെ ചെയ്യണം അവിടെ പോയിട്ട്. അതിൻ്റെ ഇടയിൽ എൻ്റെ കാക്ക ഓർഡർ ചെയ്യാണ് കേട്ടോ, ഹസ്ബൻഡ് എന്താ വേണ്ടതെന്ന്. അപ്പോൾ അവർക്കുള്ളതൊക്കെ ഓർഡർ ചെയ്ത് അവരും കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാം. വീട് ആകെ പരന്ത അലങ്കോലത്തിൽ കിടക്കുകയാണ് കേട്ടോ, പരന്നിട്ട്. അപ്പോൾ വീട്ടിലൊക്കെ കയറിയിട്ട് വീഡിയോ ഒക്കെ സെറ്റ് ചെയ്യണ്ടേ. നമ്മൾ വീട് മാറുന്ന തിരക്കിലൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെയൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ വാങ്ങിയ സാധനം എന്താണെന്ന് നോക്കട്ടോ. ഇത് നല്ല ക്വാളിറ്റിയുള്ള ഫൈബർ പ്ലാസ്റ്റിക്കാണ് കേട്ടോ. നല്ല ക്വാളിറ്റി പറഞ്ഞാൽ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 175 3 പീസിന് 175 കേട്ടോ. നല്ല ക്വാളിറ്റി പറഞ്ഞാൽ നല്ല ക്വാളിറ്റി. ഇത് ശരിക്കും ഗ്ലാസ് ടൈപ്പാണ് കേട്ടോ. അത്യാവശ്യം നല്ല വെയിറ്റും ഉണ്ടായിരുന്നു, നല്ല ഒരു ഭംഗിയാണ് കാണാൻ. അപ്പോൾ അവൾ പറഞ്ഞു കുറേ കളറായിട്ടുള്ള അടപ്പുള്ളതൊന്നും എടുക്കണ്ട, ഇങ്ങനത്തെ എടുക്കിയതാണ് ഇപ്പോൾ മോഡൽ പറഞ്ഞിട്ട് അവൾ കാണിച്ചു തന്നു ഓമനെ. അപ്പോൾ ഇതന്നെ ഞങ്ങൾ പർച്ചേസ് ചെയ്തിട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ 9 പീസാണ് എടുത്തിട്ടുള്ളത്. നല്ല രസമുണ്ടായിരുന്നു. എൻ്റെ അടുത്തുള്ളതൊക്കെ പഴകി പോയിട്ട് കുറച്ചൊക്കെ നല്ല പഴക്കമുള്ളതായി പോയി. അപ്പോൾ അതൊന്നും വേണ്ട പറഞ്ഞിട്ട് പിന്നെ എന്തായാലും പുതിയ വീട്ടിലേക്ക് പോകില്ലേ. നമ്മൾ സ്വന്തം വീടല്ലെങ്കിലും നമ്മൾ സ്വന്തം വീടല്ലെങ്കിൽ നമ്മൾ ഓരോ സാധനങ്ങൾ ഇരിക്കുമ്പോഴും അതൊരു സ്വന്തം വീട് പോലെ നമ്മൾ കരുതിയിരിക്കണം. അതാണ് അതിൻ്റെ റാഹത്ത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പീസ് ഒരു 6 എടുത്തു. നമ്മൾ കടുക്, ജീരകം, അങ്ങനെ വെല്ലുള്ളിയിൽ ഉലുവ ഒക്കെ ഇടാൻ വേണ്ടിയിട്ടൊക്കെ ഇതെടുത്തിട്ടോ, ഒരു 6. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 78 രൂപയാണ്. 3 പീസിന് 78 രൂപയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു 6 പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് പഞ്ചസാര, ചായപ്പൊടി ഇടുന്നത് 2 ഒരേപോലെ കേട്ടോ. ഒന്ന് ചെറുതും ഒന്ന് വലുതും എടുത്തിട്ടുണ്ട്. ഇത് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അതും ഞാൻ ഓപ്പൺ ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് ആയിരുന്നു. നല്ല സാധനങ്ങളുണ്ട് കേട്ടോ ബഡാ ബസാർ. ഞാൻ ആദ്യമൊക്കെ പോയിരുന്നു, ബഡാ ബസാർ വന്ന പുതിയതിൽ ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ അത്ര അധികം അന്ന് സാധനങ്ങളൊന്നുമില്ല. ഇന്ന് ഒരു മഹാലോകം തന്നെ അതിലുണ്ട് കേട്ടോ. ഞാനിതിൻ്റെ പ്രൈസ് അറിയാതെ ഊരി പോയിട്ടോ. എന്നാലും ഞാൻ പ്രൈസ് പറഞ്ഞു തരാം. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 69 രൂപയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് പുതിയ മൈക്കിലാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. കാരണം ഞാൻ ഇത്രയും ദിവസം മൈക്കൊന്നുമില്ല, സാധാ തന്നെയാണ് ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പുതിയതായിട്ട് മൈക്ക് കിട്ടി. ഇപ്പോൾ ഇന്നലെ ഇടണമെന്ന് കരുതിയ വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇന്നലെ ഇടാൻ പറ്റിയില്ല. കാരണം ഈ ഒരു മൈക്ക് ഇന്ന് കിട്ടുന്ന പറഞ്ഞപ്പോൾ ശരി കിട്ടിയിട്ടൊരു വീഡിയോ അങ്ങനെ വോയിസ് ഓവർ കൊടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കായിരുന്നു കേട്ടോ. ഇത് ഞാൻ ആദ്യം തന്നെ ഊരാതെ തന്നെ പ്രൈസ് പറയാം. 89 രൂപയാണ് കേട്ടോ. ഈ ചെറുതിൻ്റെ 69ഉം ഇതിൻ്റെ 89ഉം ആണ് പ്രൈസ്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇതിൻ്റെ പ്രൈസ് കേട്ടോ. അപ്പോൾ പിന്നെ വലുത് അത്യാവശ്യം നല്ല ഉള്ളുണ്ട് കേട്ടോ, നമ്മൾ കാണുന്ന പോലെയല്ല. അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ പ്രൈസ് 89 കേട്ടോ വലുതിൻ്റെ. അപ്പോൾ 69ഉം ഒന്ന് 89 അപ്പോൾ ഇത് രണ്ടും ഒന്ന് ചായപ്പൊടിയും പിന്നെ ഒന്ന് പഞ്ചസാര ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വാങ്ങിയത് കേട്ടോ. അപ്പം ഇതും കൂടി ഞാൻ നിങ്ങളുടെ അടുത്ത് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം കേട്ടോ. കാരണം അവിടെ ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഓൾറെഡി കടയിൽ തന്നെ ഒന്ന് അവർ വെച്ചിട്ടുണ്ട് കേട്ടോ. വന്നവർക്ക് ഒന്ന് കാണിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് വെച്ചിട്ടുള്ളത്. ഇത് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയും അതുപോലെ തന്നെ നല്ല ഗ്ലേസിങ്ങും ആണ് കേട്ടോ. ഈ ഒരു ബോട്ടിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം വൈറ്റായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. അത് അത്യാവശ്യം കുറച്ച് വെയിറ്റും ഉണ്ട്.
അപ്പോൾ ഇനി ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഉപയോഗിക്കണ പോലെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ ഇനി ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരാട്ടോ. എങ്ങനത്തെ വീഡിയോ വേണം, പുതിയ വീട്ടിൽ പോയിട്ട് അങ്ങനെയൊക്കെ ഒരുപാട് അഭിപ്രായം. എൻ്റെ വീഡിയോക്കൊന്നും അധികം വ്യൂസ് ഒന്നുമില്ല, കാണുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് ഒരുപാട് കമൻറ്റ് വന്നിരുന്നു. മാഷാ അല്ലാഹ്, എനിക്ക് എന്നെ സ്നേഹിക്കുന്ന കുറേ ആൾക്കാരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഒരുപാട് മിസ് യു പോണതൊരു കുറേ വാട്സപ്പിലേക്ക് വിളിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് സന്തോഷവും സങ്കടവും എല്ലാതുണ്ട്. പിന്നെ വാങ്ങിയിട്ടുള്ളത് ഇങ്ങനത്തെ ഒരു ബോട്ടിലാണ് കേട്ടോ, എന്താ ഓയിൽ ബോട്ടിലാണ്. പിന്നെ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് എന്താ പറയുക 98 കേട്ടോ ഇതിൻ്റെ പ്രൈസ്. അപ്പോൾ ഇത് നല്ല പിന്നെ ഭംഗിയുണ്ട് കാണാൻ, അതുപോലെ അത്യാവശ്യം വെയിറ്റും ഉണ്ട്. നല്ല പ്രത്യേകിച്ചൊന്നും പറയാനില്ല, അത്രയ്ക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. പിന്നെ എന്താ പറയുക, ഇത് 40 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. ഇതെന്താ സ്പൂണൊക്കെ ഇടാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ. ഞാൻ എല്ലാം കൂടി ഒന്നിൽ പിന്നെ എന്താ ഹാങ് ചെയ്തിട്ട് മാറ്റി വേറെ വേറെ ആയിട്ട് വെക്കാൻ എനിക്കൊരു ആഗ്രഹമാണ് കേട്ടോ. എല്ലാം കൂടി ഒന്നിലായിരുന്നു ഞാൻ പണ്ട് യൂസ് ചെയ്തിരുന്നത്. ഇപ്പോൾ എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് വെക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് അങ്ങനെ ഒരു സെറ്റ് എടുത്തത് കേട്ടോ. അങ്ങനെ ഒരു എന്താ 40 രൂപയ്ക്ക് എടുത്തത്. ഇത് വന്നിട്ട് സ്നാക്സ് ബോക്സ് ആണ്. അപ്പോൾ ഇത് എന്ത് വേണമെങ്കിലും എങ്ങനെയായിട്ട് ഉപയോഗിക്കാം. സ്നാക്സ് ബോക്സ് ഞാൻ എടുത്തതാണ് കേട്ടോ, സ്നാക്സ് ബോക്സിൽ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നല്ലൊരു എയർ ടൈറ്റാണ്. ഇനിയിപ്പോൾ മഴക്കാലമൊക്കെ ഇല്ലേ, നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കിയാലോ എന്തെങ്കിലും വാങ്ങിയാലോ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. നല്ല എയർ ടൈറ്റുള്ള ബോക്സാണ്, നല്ലൊരു എന്താ പറയുക നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിന് പ്രൈസ് 60 രൂപയാണ് കേട്ടോ. പിന്നെ എടുത്തിട്ടുള്ളത് സ്പൂണാണ്. നല്ല ഭംഗിയുണ്ട് ഈ ഒരു സ്പൂണ് കാണാൻ. പ്രത്യേകിച്ച് ഒരു ഭംഗി പറഞ്ഞാൽ പ്രത്യേകിച്ച് ഗ്ലേസിങ് ആണ് കേട്ടോ അത്. പിന്നെ ഞാൻ റെഡ് കണ്ടാൽ ഒന്നും വേറെ നോക്കില്ല, നല്ല രസമാണ് കേട്ടോ റെഡ് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടം. റെഡ് കണ്ടാൽ എടുക്കുകയും ചെയ്യും ഞാൻ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് എന്താ എല്ലാ കളറും ഇഷ്ടം തന്നെ, കൂടുതൽ റെഡാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇതിൻ്റെ പ്രൈസ് 6 എണ്ണത്തിന് 100 രൂപയാണ്. ഇതിൻ്റെ ബ്ലാക്ക് ഉണ്ടായിരുന്നു, അപ്പോൾ ഓമന പറഞ്ഞു ബ്ലാക്കിന് വരികയാണെങ്കിൽ മാറ്റി വെക്കാം, അത് ഇതിനേക്കാളും നല്ല ഭംഗിയാണ്. അതിൻ്റെ എന്താ ഇടയിലൊക്കെ പൂവും പിടിക്കണ ഭാഗത്ത് എന്താ ഡബിൾ ഷെയ്ഡ് കളറ് പൂവൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു, നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കിട്ടിയ വന്നാൽ മാറ്റി വെക്കാമെന്ന് പറഞ്ഞു. ഇതിൻ്റെ ഈ ഭാഗം പിടിക്കണ ഭാഗമൊക്കെ ഭയങ്കര ഗ്ലേസിങ് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. ഇതിലെല്ലാ കളറും ഉണ്ട്. ഞാൻ റെഡാണ് എടുത്തത് കേട്ടോ. അപ്പോൾ പിന്നെ എടുത്തിട്ടുള്ളത് 2 കപ്പാണ്. പിന്നെ 2 ടോയ്ലറ്റ് ഉണ്ട് അവിടെ, 2 ബാത്റൂമിലേക്ക് 2 കപ്പാണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് 30 രൂപയാണ്. അപ്പോൾ ഇതൊക്കെ അറിയാമായിരിക്കും എല്ലാവർക്കും, പക്ഷേ ഇതൊക്കെ എനിക്കൊരു ആഗ്രഹം നിങ്ങളുടെ മുന്നിൽ ഷെയർ ആക്കണം കേട്ടോ. അതാണ് ഒരു വീഡിയോ ആയിട്ട് എത്തിയത്, പിന്നെ വേറൊന്നുമില്ല. പിന്നെ എടുത്തിട്ടുള്ളത് പിന്നെ എന്താ പറയുക ചലടയാണ് കേട്ടോ. അപ്പോൾ ഇതിന് പ്രൈസ് 80 രൂപ. ഇതൊന്നും ഉപയോഗിക്കലില്ലേ എന്നൊന്നും വിചാരിക്കില്ല ആരും കേട്ടോ. എനിക്കെല്ലാതും അങ്ങനെ എന്താ ഉപയോഗിച്ച് ഭയങ്കര പഴകിയാൽ പിന്നൊരു നമുക്കൊരു പുതിയതായിട്ട് വാങ്ങാനുള്ള മോഹം ഉണ്ടാവില്ലേ, അതാണ് കേട്ടോ ഒന്ന് പുതിയതാക്കിയിട്ടെടുത്തത്. ഇതിന് 3 തട്ടുണ്ട് കേട്ടോ, ഒന്ന് വലുതും ചെറുതും. ആ ഒരു ഹോൾസ് നല്ല വലുത്, പിന്നെ അതിൻ്റെ ചെറുത്, പിന്നെ അതിൻ്റെ ചെറുത്, അങ്ങനെയായിട്ട് 3 തട്ടാണ്. അപ്പോൾ നമുക്ക് മാറ്റി ഉപയോഗിക്കാമല്ലോ, അങ്ങനെ അതുകൊണ്ടാണ്. പിന്നെ എടുത്തിട്ടുള്ളത് പിന്നെ ഇതാണ് കേട്ടോ, പിന്നെ എന്താ ഫ്ലവർ പോട്ടാണ്. അപ്പോൾ ഇത് നല്ല ഭംഗിയാണ്. ഞാനിതൊരു യൂട്യൂബിൽ കണ്ടതാണ് കേട്ടോ. ഞാൻ എന്താ പറയുക യൂട്യൂബിൽ കണ്ടിട്ട് പിന്നെന്താ ഒരു ഷോർട്ട് വീഡിയോയിൽ കണ്ടപ്പോൾ അതൊരു പിന്നെ മണി പ്ലാന്റൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് നല്ല ഭംഗിയാണ് കേട്ടോ. അടുക്കളയിൽ ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ അത് ഞാൻ സെറ്റ് ചെയ്യുമ്പോഴൊക്കെ ഇൻഷാല്ല വീഡിയോ എടുക്കണം എന്നൊക്കെ ഉണ്ട്. അതിൻ്റെ പ്രൈസ് 30 കേട്ടോ ഒരെണ്ണത്തിന്. പിന്നെ ഇങ്ങനെ എന്താ ഫ്ലവർ ഫ്രൂട്ട്സ് വെക്കണതും പിന്നെ വെജിറ്റബിൾ വെക്കണത് ബാസ്ക്കറ്റാണ് കേട്ടോ. പക്ഷേ ഞാൻ ഇതൊന്നുമല്ല ഉപയോഗിക്കണത്. എനിക്ക് പാത്രം കഴുകിയിട്ട് ഇടാൻ വെള്ളം വാർന്നു പോകല്, ഇത് ഒരുപാട് ആഗ്രഹമാണ് കേട്ടോ ഇങ്ങനത്തെ ഒന്ന് വാങ്ങാൻ. ഇങ്ങനത്തെ എൻ്റെ ഓൾറെഡി ഉണ്ട്, ഒന്ന് ചെറുതാണ്, അത് ഓയിൽ ബോട്ടിലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഒന്ന് വെള്ളമൊക്കെ പാത്രം കഴുകിയിട്ട് വെക്കുമ്പോൾ നല്ല വാർന്ന് കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പിങ്കിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 100 രൂപയാണ് കേട്ടോ. മറ്റേതിൻ്റെ 50 രൂപയും അങ്ങനെയാണ് കേട്ടോ. പിന്നെ എടുത്തിട്ടുള്ളത് മുറാണ്. മുറത്തിൻ്റെ പ്രൈസ് 100 രൂപയാണ് കേട്ടോ. പിന്നെ മുറ ആദ്യം ഉള്ളത് എൻ്റെ അടുത്ത് ചെറുതായിരുന്നു, അത് താഴ്ത്ത് വീണ് പൊട്ടിപ്പോയിട്ടോ. അത് അത്ര നല്ല ക്വാളിറ്റി അല്ലാത്ത പ്ലാസ്റ്റിക് ആയതുകൊണ്ട് അതെൻ്റെ കയ്യിൽ നിന്ന് തന്നെ പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് എടുത്തിട്ടുള്ളത്. ഇത് നല്ല നൈലോണിൻ്റെ പ്ലാസ്റ്റിക്കാണ് കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു സൗണ്ട് വരുന്നുണ്ട് കേട്ടോ, അതിൻ്റെ മൈക്കിൻ്റെ പ്രോബ്ലം ആയിരിക്കും. 3-4 പ്രാവശ്യമൊക്കെ ഒന്ന് നോക്കി ഞാൻ ഊരി മാറ്റി ഡിലീറ്റ് ചെയ്ത് ഇനി എനിക്ക് കട്ട് ചെയ്യാൻ വയ്യ പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ തന്നെ വോയിസ് ഓവർ കൊടുക്കുന്നുണ്ട്
തോന്നുന്നുണ്ട് കേട്ടോ. ഇതിൽ എന്തൊക്കെയോ മിസ്റ്റേക്ക് ഉണ്ട്. ഇനി ഞാൻ ശരിക്കും ഒന്ന് യൂട്യൂബിൽ തന്നെ അടിച്ച് നോക്കാം എങ്ങനെയോ യൂസ് ചെയ്യേണ്ടത് എന്നിട്ട് ഞാൻ പിന്നെ വൃത്തിക്ക് തന്നെ കൊടുക്കാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഒരു എന്താ സൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ. അതാണ് ഒരു എന്തൊക്കെയോ തോന്നുന്നുണ്ട്. അപ്പോൾ ഇടയിലിടയിലൊരു സൗണ്ട് വരുന്നുണ്ട്, ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ടീ ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കപ്പ് എനിക്ക് നോമ്പിന് ഒരു 3 എണ്ണമെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് വീണ് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്കിയുള്ളത് 3 എണ്ണമാണ്. അപ്പോൾ ബാക്കി പിന്നെ വേറെ പഴകിയതൊക്കെ ഉണ്ട്. അതൊക്കെ എന്നെ അതെന്തായാലും ഞാൻ കളയില്ല, അതൊക്കെ എടുത്തിട്ട് പോകും കേട്ടോ. അപ്പോൾ ആൾക്കാർ വരുമ്പോൾ കൊടുക്കാമല്ലോ. അപ്പോൾ അത് നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിൻ്റെ പ്രൈസ് 240 കേട്ടോ. ഇത് ഇങ്ങനത്തെ ഒരു 2 ബക്കറ്റ് എടുത്തു. ഒന്ന് വൈറ്റും ഒന്ന് റെഡും ആണ് എടുത്തത്. ഇതിൻ്റെ പ്രൈസ് 199 ഈ ബക്കറ്റിൻ്റെ വൈറ്റിൻ്റെ കേട്ടോ. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയായിരുന്നു കേട്ടോ. ഈ ഒരു ബക്കറ്റ് എന്ന് പറയുന്നത് എനിക്ക് നല്ല ഇഷ്ടമായി. ഇതിപ്പോൾ പണ്ട് എനിക്ക് ആർക്കും ഞാൻ വാങ്ങിയിട്ടോ എന്തോ ആണ്, അത് ഇനി പൊട്ടാതിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. തറവാട്ടിൽ തന്നെ, ഞങ്ങളെ തറവാട്ടിലുണ്ട്. അപ്പോൾ അങ്ങനെ ഇനി പൊട്ടിയിട്ടില്ല കേട്ടോ. ഇതിൻ്റെ പ്രൈസ് 195 രൂപയാണ് കേട്ടോ. ഇതും അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. അതുപോലെ നൈലോൺ ബക്കറ്റാണ് കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ വീഡിയോക്ക് എന്തെങ്കിലും സൗണ്ട് ഇടയിൽ കൂടെ ഒക്കെ ഇങ്ങനെ വരുമ്പോൾ ഒന്ന് ക്ഷമിക്കണം കേട്ടോ. കാരണം ഇത് പുതിയ മൈക്കായത് കൊണ്ടാവാം ഇങ്ങനെ ഒരു സൗണ്ടോ എന്താണെന്നൊന്നും അറിയില്ല. അറിഞ്ഞവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ വാങ്ങിയിട്ടുള്ളത് ഞാൻ ടോയ്ലറ്റ് ബ്രഷാണ് വാങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 95 രൂപയാണ് കേട്ടോ. ഒരെണ്ണത്തിന് 95 രൂപ. 2 ടോയ്ലറ്റിലേക്കും ഒരേപോലെ വാങ്ങി. വേറെ വേറെ കളറായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ എടുക്കുമ്പോൾ തന്നെ അങ്ങനെ എടുത്തു കേട്ടോ. അപ്പോൾ അതും പിന്നെ കുഴപ്പമൊന്നുമില്ലാത്ത ഒരു നല്ലൊരു ബ്രഷ് ആയിരുന്നു. പിന്നെ നോക്കുന്നത് മാറ്റാണ് കേട്ടോ. പിന്നെ മാറ്റ് ഇനിയിപ്പോൾ മഴക്കാലമൊക്കെ അല്ലേ, അപ്പോൾ എൻ്റെ ഇവിടത്തെയും ഇതും പുതിയതും കൂടി യൂസ് ചെയ്യുമ്പോൾ ഒന്നുണങ്ങി പറയുന്ന പോലെ നമ്മളാണെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ മാറ്റ് എന്തായാലും നീക്കം ചെയ്യണം കേട്ടോ. എടുത്തിട്ട് തിരുമ്പണം, അല്ലാതെ അങ്ങനെ ഇടാൻ പാടില്ല എന്നാണ് എൻ്റെ അറിവ്. എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ പല ആൾക്കാരും. അപ്പോൾ അതേപോലെ വേണം നമ്മൾ ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ പെട്ടെന്നൊന്നും ഉണങ്ങി കിട്ടില്ലല്ലോ. പിന്നെ ഇത് 3 100 രൂപയാണ്. നല്ല ക്ലോത്താണ് കേട്ടോ. ക്ലോത്ത് പറയുന്നത് കോട്ടൻ്റെ ക്ലോത്താണ്. 3 100 രൂപയാണ് കേട്ടോ. അതും നല്ല അത്യാവശ്യം നല്ല ക്ലോത്ത് തന്നെയായിരുന്നു. ആ കോട്ടൻ്റെ അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടായിരുന്നു കേട്ടോ. നീളവും വീതി ഉണ്ടായിരുന്നു. പിന്നെ ഇത് വന്നിട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മാറ്റ് തന്നെയായിരുന്നു ഇത്. പിന്നെ അടിയിൽ റബ്ബറാണ് കേട്ടോ. റബ്ബർ പോലത്തെ ശരിക്കും നമ്മൾ ഇതിനെ ചവിട്ടിയാൽ സ്ലിപ്പാകാതെ ഇരിക്കും. നല്ല ടെമ്പറായിട്ടിന് അവിടെ ഉറച്ച് കിടക്കും കേട്ടോ. അങ്ങനത്തെയാണ്. പിന്നെ ഇത് നല്ല സിൽക്കിയാണ് കേട്ടോ തുണി. ശരിക്കും കണ്ടാൽ വെൽവെറ്റിൻ്റെ പോലെയൊക്കെ ഉണ്ടാകും കണ്ടാൽ ശരിക്കും. പക്ഷെ നല്ല സിൽക്കി ഒരു തുണി തന്നെയാണ്. നല്ല ക്ലോത്താണ് കേട്ടോ. അപ്പോൾ നല്ല അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഒന്നിന് 95 രൂപയാണ്. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് 95 രൂപയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനിയുള്ള വീഡിയോ നിങ്ങളുടെ മുന്നിൽ ഒരുപാട് വീഡിയോ ആയിട്ട് വരണമെന്ന് ആഗ്രഹമുണ്ട്. അതുപോലെ അള്ളാഹു സാധിച്ചു തരട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ, താങ്ക് യു.